വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്രേ വിഭാഗ യോഗത്തിലെ 3-ാമത്തെ പാർട്ടാണ് ഈ എപ്പിസോഡ്. നമ്മുടെ ഗുണഘടനയനുസരിച്ച് ലൗകിക കർമ്മത്തിലുള്ള നമ്മുടെ ശ്രദ്ധ സാത്വികി, താമസി, രാജസി എന്ന മൂന്നായി പിരിയുന്നു. ലൗകിക വിഷയങ്ങളിൽ ഗുണങ്ങൾക്കനുസരിച്ച് ശ്രദ്ധ എങ്ങനെ വേർപെടുന്നു എന്ന് ഭഗവാൻ വിവരിച്ചു തരുന്നു. ആഹാരം, യജ്ഞം ഇവയിൽ നമ്മുടെ ശ്രദ്ധ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഭഗവാൻ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. തുടർന്ന് തപസ്, ദാനം ഇവയിൽ ഗുണങ്ങൾക്കനുസരിച്ച് ശ്രദ്ധ എങ്ങനെ വേർപെടുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും ഈ ശ്രദ്ധ സ്വാധീനം ചെലുത്തുന്നതായി നമുക്ക് കാണാം. തപസ്സിനെ കുറിച്ച് ഭഗവാൻ പറയുന്നു. വിവേകപൂർണമായ ആത്മനിയന്ത്രണമാണ് തപസ്. ഓരോ മനുഷ്യനും 3 വിധത്തിലുള്ള തപസ് അനുഷ്ഠിക്കേണ്ടതാണ്. ശാരീരികം, വാചികം, മാനസികം ഇവയാണ് ഈ 3 തപസ്. ഓരോന്നായി ഭഗവാൻ വിവരിക്കുന്നു. ദേവദ്വിജഗുരു പ്രാജ്ഞപൂജനം ശൗചമാർജവം ബ്രഹ്മചര്യഹിംസ ച ശാരീരം തപ ഉച്യതേ. ദേവന്മാർ, ബ്രാഹ്മണർ, ഗുരു, ജ്ഞാനി ഇവരെയൊക്കെ പൂജിക്കുക. ബ്രഹ്മചര്യം, അഹിംസ, സത്യധർമ്മം, ശുചിത്വം ഇവ പാലിക്കുക. ഇത് ശാരീരിക തപസ്സാണ്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. ആരെയും വേദനിപ്പിക്കാത്ത സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകളും അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പഠനവും വാഗ്മയ തപസ്സാണ്. മനഃശുദ്ധി, സൗമ്യ സ്വഭാവം, ഏകാഗ്രമായ മനസ്സ്, ഇന്ദ്രിയമന നിയന്ത്രണം, വിചാരശുദ്ധി ഇവയാണ് മാനസിക തപസ്. ശാരീരികവും വാഗ്മയവും മാനസികവുമായ തപസ്സിനെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇതിനെ എങ്ങനെയാണ് സാത്വികി, രാജസി, താമസി ഗുണമുള്ളവർ അനുഷ്ഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ 3 വിധ തപസ്സും ഫലകാംക്ഷയില്ലാതെ മനഃശുദ്ധിയോടെ ശ്രദ്ധയോടെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അത് സാത്വികീ തപസ്സായി തീരുന്നു. അങ്ങനെ ചെയ്യുന്ന ശ്രേഷ്ഠന്മാർ മഹത്തായ ദൈവികമായ ഫലം അനുഭവിക്കുന്നു. ശ്രദ്ധയാ പരയാ തപ്തം തപത്ത്രിവിധം നരൈ അഫലകാംക്ഷിഭിയുക്തൈഃ സാത്വികം പരിചക്ഷതേ. തുടർന്ന് രാജസീ തപസ്സിനെ കുറിച്ച് പറയുന്നു. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും സത്കാരവും ആഗ്രഹിച്ച് സ്വന്തം നേട്ടത്തിനും പ്രശംസയ്ക്കും വേണ്ടി ചെയ്യുന്ന തപസ് അല്ലെങ്കിൽ കർമ്മങ്ങൾ രാജസീ തപസ്സാണ്. അവരുടെ തപസ്സിൽ നിന്ന് സ്ഥായിയായ നന്മയോ നേട്ടമോ അവർക്ക് ഉണ്ടാവുകയില്ല. താമസീ തപസ് അറിവില്ലായ്മ കൊണ്ട് പിടിവാശിയോടുകൂടി ഉദ്ദേശശുദ്ധിയില്ലാതെ സ്വയം ക്ലേശിപ്പിച്ചും അന്യരെ ദ്രോഹിച്ചും ചെയ്യുന്ന തപസ് താമസീ തപസ്സാകുന്നു. സത്വരജതമോ ഗുണങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ ചെയ്യുന്ന ദാനത്തെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നു. ആദ്യമായി സാത്വിക ദാനത്തെയാണ് വിവരിക്കുന്നത്. ദാതവ്യമിതിയദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. തക്കതായ സ്ഥലത്തും സമയത്തും അർഹതയുള്ളവർക്ക് നാം കൊടുക്കുന്ന ദാനത്തെ സാത്വിക ദാനം എന്ന് പറയും. വാങ്ങിക്കുന്നവൻ ദാനവസ്തുവിനെയോ ദാനത്തിനെയോ ദുരുപയോഗപ്പെടുത്തില്ല എന്ന് ഉറപ്പാക്കി വേണം ദാനം ചെയ്യേണ്ടത്. സമൂഹ നന്മയ്ക്ക് വേണ്ടി ആവശ്യമനുസരിച്ച് ചെയ്യുന്ന ദാനം സാത്വിക ദാനമാണ്. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. പ്രത്യുപകാരം
പ്രതീക്ഷിച്ചോ പുണ്യലോകപ്രാപ്തിക്ക് വേണ്ടിയോ ആഗ്രഹങ്ങളോടും ഫലപ്രതീക്ഷയോടും കൂടി മനസ്സോടെ ചെയ്യുന്ന ദാനം രാജസദാനം. ആദേശകാലേയ ദാനം അപാത്രേഭ്യ ജദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം. യോജിക്കാത്ത സ്ഥലത്തും കാലത്തും അർഹതയില്ലാത്തവർക്ക് ബഹുമാനമില്ലാത്ത മനസ്സോടുകൂടി ചെയ്യുന്ന ദാനം താമസദാനം. തുടർന്ന് യജ്ഞദാന തപസ്സുകളെ ശുദ്ധമാക്കാനുള്ള ഉപായം ഭഗവാൻ പറഞ്ഞു തരുന്നു. ഓം തത്സത് എന്ന ബ്രഹ്മവാചകത്തോടുകൂടി ഈശ്വരാർപ്പണമായി കർമ്മങ്ങളെ ചെയ്യുമ്പോൾ നമുക്ക് മനഃശുദ്ധിയും തദ്വാര കർമ്മശുദ്ധിയും ലഭിക്കുന്നു. ഉത്തമ ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഓം തത്സത് എന്ന് വെച്ചാൽ ഓം എന്ന ബ്രഹ്മം, അതിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് മറയുന്നത്. അത് തന്നെയാണ് നിത്യസത്യവസ്തു. ഇങ്ങനെ ഓം തത്സത് ബ്രഹ്മാർപ്പണം എന്ന സമർപ്പണവാക്യത്തോടുകൂടി കർമ്മങ്ങളെ ചെയ്ത് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.